ത്രിയേക ദൈവത്തിന് വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ഞായർ പെന്തക്കോസ്തിന് ശേഷമുള്ള 6ാമത്തെ ഞായറാഴ്ചയാണ് മറ്റന്നാൾ. അതുപോലെ സ്ലീഹാ നോമ്പിന് ശേഷമുള്ള ആദ്യത്തെ ആഴ്ചയും പരിശുദ്ധ സഭ ജൂലൈ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച മിഷൻ സൺഡേയുമായിട്ട് ആചരിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇന്നത്തെ ദിവസം മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ പെരുന്നാൾ നമ്മൾ ആചരിക്കുന്നു. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു എന്ന കർത്താവിൻ്റെ വചനമാണ് മിഷന്റെ അടിസ്ഥാനം. ക്രിസ്തു വിളിച്ച അപ്പോസ്തലന്മാർ ശിഷ്യന്മാർ മാത്രമായിരുന്നില്ല, അവർ സാക്ഷികൾ കൂടിയായിരുന്നു. സോ ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് വിറ്റ്നസ് എന്ന ഈ രണ്ട് പദങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഡിസൈപ്പിൾ എന്നാൽ ശിഷ്യൻ, വിറ്റ്നസ് എന്നാൽ സാക്ഷി. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് ഈ രണ്ട് പദങ്ങൾ തന്നെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഹൃദയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമുക്കറിയാം, ഈ ആഴ്ചത്തെ വായന നിത്യജീവനിലേക്കുള്ള ഇടുക്കുവാതിലാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വായനയാണ്. സോ കർത്താവ് അക്ഷരാർത്ഥത്തിൽ എന്നെ ഫോളോ ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന് കൂടെ കുറച്ച് ഡിമാൻഡ്സ് പറയുന്നുണ്ട്. ഇഫ് യു വാണ്ട് ടു ഫോളോ മീ, ഡിനൈ യുവർ സെൽഫ്, ടേക്ക് അപ്പ് യുവർ ക്രോസ് ആൻഡ് ഫോളോ മീ. സ്വയം ത്യജിക്കുക, നിങ്ങളുടെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക. സോ ക്രിസ്തുവിന്റെ ശിഷ്യനാകുക എന്നാൽ അവന്റെ ഹൃദയത്തെ പഠിക്കുക എന്നതാണ്. സാക്ഷി എന്നാൽ ആ ഹൃദയത്തെ ലോകത്തിന് മുന്നിൽ പ്രതിഫലിപ്പിക്കുക എന്നതാണ്. അപ്പൊ നമ്മളൊരു സഭ എന്ന നിലയിൽ ഈ ശിഷ്യത്വത്തിലേക്കാണ് ആദ്യം വളരുന്നത്. ആ വളരുമ്പോൾ നമുക്കുണ്ടാകുന്ന രൂപാന്തരം, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മളൊരു വിറ്റ്നസ് ആക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് വി ഡു. നമ്മൾ കുറെ പേരെ കൺവേർട്ട് ചെയ്തതുകൊണ്ട് നമ്മളൊരു മിഷൻ പ്രവർത്തനം നടത്തണമെന്നില്ല. നമ്മൾ ദ വേ വി റിഫ്ലക്ട് ക്രൈസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ വേൾഡ്, അത് കണ്ടുകൊണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിലേക്ക് അടുക്കണം. അതാണ് യഥാർത്ഥ സാക്ഷ്യം. സോ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ചുരുക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് പറഞ്ഞിരിക്കുന്ന രണ്ട് ഡിമാൻഡ്സിനെ, ഇഫ് യു വാണ്ട് ടു ഫോളോ മീ, ഡിനൈ യുവർ സെൽഫ്, ടേക്ക് അപ്പ് യുവർ ക്രോസ് ആൻഡ് ഫോളോ മീ. ആ രണ്ട് കാര്യത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തത് സെൽഫ് ഡിനയൽ. സെൽഫ് ഡിനയൽ എന്നാൽ സ്വയം ത്യജിക്കുക. സ്വയം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും അഭിനിവേശങ്ങളെയും ദൈവഹിതത്തിന് കീഴ്പ്പെടുത്തുക എന്നർത്ഥം. അതായത് ഞാൻ കുറഞ്ഞ് അവൻ വളരുന്ന അവസ്ഥ. പിതാവായ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ട്, മനുഷ്യന് ഫ്രീ വിൽ അല്ലെങ്കിൽ സ്വതന്ത്ര ഇച്ഛ എന്നൊന്ന് ഇല്ല. അവന്റെ ഇച്ഛയെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ കുടുംബ പശ്ചാത്തലം, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ജനിതക ഘടനയാണ് എന്നതാണ്. അപ്പൊ ആ ഇച്ഛയെ നന്മയിലേക്ക് വളർത്തണമോ തിന്മയിലേക്ക് വളർത്തണമോ എന്നത് നമ്മുടെ തീരുമാനമാണ്. രണ്ട് വ്യക്തികളുടെ ഉദാഹരണം ഞാൻ പറയാം വിശുദ്ധ ബൈബിളിൽ. ഒന്ന് ഫറവോ, രണ്ട് യാക്കോബിന്റെ മകനായ യോസഫ്. ഫറവോയ്ക്ക് 10 അവസരങ്ങൾ ദൈവം കൊടുക്കുന്നുണ്ട് ബാധകളുടെ രൂപത്തിൽ. അത് എങ്കിൽ പോലും ഞാൻ രാജാവാണ്, എന്റെ ഇഷ്ടം നടക്കണമെന്ന ആഗ്രഹത്തിൽ അവന്റെ ഇച്ഛയെ അവൻ സ്റ്റബേൺ ആക്കി വെച്ചതുകൊണ്ട് സംഭവിച്ചത് സർവനാശമാണ്. അതുപോലെ തന്നെ യാക്കോബിന്റെ മകനായ യോസഫ് പൊട്ടക്കിണറ്റിൽ നിന്ന് ഒരു രാജപദവിയിലേക്ക് ഉയർത്തിയപ്പോൾ പൊത്തിഫറിന്റെ ഭാര്യയുടെ പ്രലോഭനത്തിൽ അവൻ വശീകരിക്കപ്പെട്ടില്ല. യോസഫ് പറയുന്നത് എന്താണ്? എന്റെ ദൈവത്തോട് ഞാൻ എങ്ങനെ ഈ മഹാപാപം ചെയ്യും? He could have succumbed to that whatever she was trying to do, but he did not do that. So അതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ഛയ്ക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നുള്ള നമ്മൾ തീരുമാനം എടുക്കുന്ന ആ ചോയ്സിന് മുന്നിൽ ദൈവം മൗനം പ്രാപിക്കും. നമുക്കറിയാം നന്മയും തിന്മയും എന്താണെന്ന്. അതുകൊണ്ട് തന്നെയാണ് മിഖാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടിരിപ്പാനും അല്ലാതെ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്താകുന്നു? എന്നും പള്ളിയിൽ വരുന്നവരിലും കുടുംബ പ്രാർത്ഥന നടത്തുന്നവരിലും നോമ്പനുഷ്ഠിക്കുന്നവരിലും നമ്മളിൽ എല്ലാവരിലും ഫറവോമാരുമുണ്ട്, യോസഫ്മാരുമുണ്ട്. നമ്മുടെ ഇച്ഛകളെ നമ്മൾ എങ്ങനെ വഴിതിരിച്ചു വിടുന്നു എന്നുള്ളത് സ്വയം ചിന്തിക്കുക. എന്റെ ഇച്ഛകളെയും അഹംബോധത്തെയും ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് രൂപാന്തരപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. കുടുംബജീവിതത്തിൽ ഇത് വളരെ എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാവുന്ന ഒരു കാര്യമാണ്. വിവാഹ ജീവിതത്തിൽ നമ്മൾ വരികൾ പാടുന്നതോ നമുക്കറിയാമല്ലോ. മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം, മണവാട്ടിയുടെ മകുടം സതിമാർ മുടിയോട് സദൃശ്യം. ഒരു ത്യാഗത്തിന്റെ സുവിശേഷമാണ് വിവാഹത്തിന്റെ സുവിശേഷം. കൂടുതലും നമ്മൾ, if you want to deny yourself, for husbands just listen to your wives, for wives just listen to your husbands. എന്റെ ആഗ്രഹമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് രണ്ടുപേരും വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ വിവാഹ ജീവിതത്തിലുള്ളൂ. അതുപോലെ ഫോർ ചിൽഡ്രൻ, ഇഫ് യു വാണ്ട് ടു ഡിനൈ യുവർ വിൽ, ജസ്റ്റ് ലിസൺ ടു യുവർ പേരൻസ്. അതുപോലെ മാതാപിതാക്കൾ വൃദ്ധരാകുമ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിലും അവരുടെ ഇച്ഛകളെ മാറ്റിവെച്ച്
മാതാപിതാക്കളെ നോക്കുവാനുള്ള ത്യാഗപൂർവമായ മനോഭാവം കാണിച്ചാൽ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കും. രണ്ടാമത്, ടേക്കിംഗ് അപ്പ് ദ ക്രോസ്. ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ വാട്ട്സ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്, ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയുടെ ജീവിത ലക്ഷ്യം ഇസ് നത്തിങ് ബട്ട് ടു ലീഡ് എ ഹോളി ലൈഫ്. നമ്മൾ ഓർത്തഡോക്സിൽ ഒരു വളരെ കൗതുകകരമായ വാക്കുണ്ട്, തെയോസിസ്, ബിക്കമിങ് ലൈക്ക് ഗോഡ്. സോ ഫോർ ചെറിയ ഉദാഹരണം, കുഞ്ഞുങ്ങൾക്ക് ജസ്റ്റ് ടു മേക്ക് ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് തെയോസിസ്, ഹൗ ക്യാൻ യു ബിക്കം ലൈക്ക് ഗോഡ്? ഒരു ഇരുമ്പ് തണ്ട്, an iron rod. If you keep an iron rod in fire, what happens? After a few days, what happens if you keep an iron rod in fire? It becomes like fire. അത് തന്നെയാണ് തെയോസിസ്. If you live in communion with Christ daily, you will become like Christ. That is the purpose of our life. Exactly. കുരിശിന് നിന്നയുടെയും കഷ്ടതയുടെയും അടയാളമായിരുന്നു കുരിശ്. എന്നാൽ ക്രിസ്തുവിന്റെ ത്യാഗപൂർണമായ സ്നേഹം അതിനെ ജീവന്റെയും വിജയത്തിന്റെയും അടയാളമാക്കി. അത് തന്നെയാണ് ടേക്കിംഗ് അപ്പ് ദ ക്രോസ് ആൻഡ് ഫോളോയിങ് ഹിം. അതൊരു ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ആണ്. സോ ഐ വിൽ ഗിവ് മൈ ടെസ്റ്റിമണി ഇൻ ഷോർട്ട് ഫ്യൂ വേർഡ്സ്. ഒരിക്കൽ എൻ്റെ ആത്മീയ പിതാവ് എന്നോട് ചോദിച്ചു, ബീയിങ് എ ചൈൽഡ്ലെസ് വുമൺ, ഹൗ ഡു യു വിറ്റ്നസ് ഗോഡ്സ് ലവ്? മക്കൾ നഷ്ടപ്പെട്ട ഒരു അമ്മ എന്ന നിലയിലും മക്കളില്ലാത്ത ഒരു സ്ത്രീ എന്ന നിലയിലും നീ എങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹത്തെ സാക്ഷ്യപ്പെടുത്തുന്നത്? ഞങ്ങളുടെ വിവാഹശേഷം ആദ്യ വർഷം ഞാൻ ഗർഭിണിയായി. കുഞ്ഞിന്റെ അനക്കം വരെ അറിഞ്ഞതാണ്. 5 മാസത്തോളം ഒരു കുഴപ്പമില്ലായിരുന്നു. ആ വർഷത്തെ നോമ്പ് 50 നോമ്പ് എനിക്ക് ഐ ഹാഡ് സിവിയർ വോമിറ്റിംഗ്, ബട്ട് സ്റ്റിൽ ഞാൻ 50 ദിവസവും ആചരിച്ചു. കഷ്ടാനുഭവിച്ചയുടെ എല്ലാ ശുശ്രൂഷകളും അറ്റൻഡ് ചെയ്തു. എന്നിട്ടും പെട്ടെന്നൊരു ദിവസം ഐ ലോസ്റ്റ് ഹർ. ആൻഡ് ഫോളോയിങ് ചെക്കപ്സ് ഐ കെയിം ടു നോ ഒരു കുഞ്ഞിനെ പൂർണ്ണമായി വളർത്തി ലോകത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ശേഷി ജന്മന എൻ്റെ ശരീരത്തിന് ഇല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സോ അതിനുശേഷം ഞാൻ കുറച്ച് നാൾ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. ഐ കൈൻഡ് ഓഫ് ആർഗ്യൂഡ് വിത്ത് ഹിം. ഒരു തരം ഇരുട്ടിലേക്ക് കടന്നുപോയി. ഐ കൈൻഡ് ഓഫ് ഡൈഡ്. അവളുടെ ഹൃദയം നിലച്ച്, പെൺകുട്ടിയായിരുന്നു, അവളുടെ ഹൃദയം നിലച്ച് അന്ന് ഞാനും മരിച്ചു. ഐ ഓൾവേസ് ടെൽ ദിസ് ടു ചർച്ച്. പക്ഷേ ആ ദിവസങ്ങളിൽ എൻ്റെ ഉള്ളിൽ മുഴങ്ങിക്കേട്ട 2 ദൈവവചനങ്ങളുണ്ട്. ഒന്ന്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ. 2, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അപ്പൊ നമുക്ക് ചിന്തിക്കാം, മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുക എന്നല്ലേ? എന്നാൽ ആ മരണം ശരീരത്തിന്റെ മരണമല്ല, നമ്മുടെ ഇച്ഛകളുടെയും ആഗ്രഹങ്ങളുടെയും അഹംബോധത്തിന്റെയും നമ്മുടെ ഡിസൈർസിന്റെയും മരണമാണ്. അതായത് രക്തസാക്ഷിത്വത്തിന് ശരീരത്തിന്റെ മരണം ആവശ്യമില്ല. It was a death of my will, my desires. So അതിനുശേഷം ഒരുപാട് സർജറീസ്, ഐ ഹാഡ് ടു ഗോ ത്രൂ ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസ്. അഗെയിൻ വി ലോസ്റ്റ് അവർ ചൈൽഡ്. സോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ആത്മീയ പിതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ എംപത്തൈസ് വിത്ത് യു, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ സഫറിങ്സ്. അറ്റ് ദ സെയിം ടൈം തിരുമേനി പറഞ്ഞത്, ഞാൻ കാണുന്നത് ഈ ജീവിതത്തിലുടനീളം, നിന്റെ എക്സ്പീരിയൻസിലുടനീളം നിന്നിൽ നെല്ലിച്ച ദൈവകൃപയെക്കുറിച്ചാണ്. സോ യു ഹാവ് ടു ഫോക്കസ് ഓൺ ദാറ്റ്. സോ നമ്മുടെ വേദനകളെ, നമുക്ക് സഫറിങ്, ഒരു അൺഎക്സ്പെക്റ്റഡ് സഫറിങ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഏത് രൂപത്തിലായാലും ഓക്കെ, നമ്മളത് ചെയ്യേണ്ടത് ക്രൂശിനോട് ചേർത്ത് വെക്കുക, ദൈവ കരുണയ്ക്ക് വേണ്ടി യാചിക്കുക. ജസ്റ്റ് കീപ് ആസ്കിങ് ഫോർ ഹിസ് mercy. Please have mercy on me because I am unable to think, I am unable to decide, I don't know what to do next. Have mercy on me. ആ ഒരു താഴ്മയിൽ, ആ ഒരു സ്നേഹത്തിൽ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുമ്പോൾ അവിടെയാണ് ദൈവകൃപ നിറയുന്നത്. That's how through our sufferings we find a way to salvation. That is exactly called take up your cross and follow me. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നത് കൊണ്ട് കഷ്ടങ്ങളിൽ നാം പ്രശംസിക്കുന്നു. സഫറിംഗ് ലീഡ്സ് ടു ടോളറൻസ്, ടോളറൻസ് ലീഡ്സ് ടു പെർസിവറൻസ്, പെർസിവറൻസ് ലീഡ്സ് ടു ഹോപ്പ്. So that's exactly how we take up his cross. നമ്മുടെ കഷ്ടതകളെ ക്രൂശിനോട് ചേർത്ത് വെച്ച് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുമ്പോൾ അവിടെയാണ് ദൈവകൃപ നിറയുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ബലഹീനതകളിൽ ദൈവത്തിന്റെ കൃപ മതി. That will help us to take the next step. ഇപ്രകാരം സ്വയം ത്യജിച്ച് കുരിശെടുത്ത് കർത്താവിനെ അനുഗമിച്ച സ്ലീഹയായിരുന്നു മാർത്തോമാ സ്ലീഹ. നമ്മുടെ ഭാരതത്തിന്റെ അപ്പോസ്തലനാണ്, നമ്മുടെ പിതാവാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16 പറയുന്നുണ്ട്, അവനോടുകൂടി മരിക്കേണ്ടതിന് നാമും പോകാം. ഹി വാസ് ബ്രേവ്, അവൻ ധൈര്യശാലിയായിരുന്നു.
അതുപോലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 5-ാം ഭാഗത്തിൽ അവൻ ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? ഹി വാസ് ബിറ്റ് പ്രാക്ടിക്കൽ. കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ മറ്റു ശിഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മാർത്തോമാസ്ലീഹ പറയുന്നുണ്ട്, അവന്റെ കൈകളിലെ ആണിപ്പഴുത് കാണുകയും സ്പർശിക്കുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അപ്പൊ പലരും ഇതിനെ ഡൗട്ടിങ് തോമസ്, സംശയാലുമായിരുന്നു, സ്കെപ്റ്റിക്കലായിരുന്നു ഒക്കെ നമ്മൾ പലയിടത്തും വായിക്കുന്നുണ്ട്. പക്ഷേ പേഴ്സണലി ഞാൻ പറയുന്നത്, ഹി ഇൻസിസ്റ്റഡ് ഓൺ ഹാവിങ് എ പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ഒരു എക്സ്പീരിയൻസ്, ഒരു അനുഭവം മാർത്തോമാസ്ലീഹ ആഗ്രഹിച്ചിരിക്കുന്നു. എൻ്റെ സഹോദര ശിഷ്യന്മാർ പറയുന്നത് കേട്ട് ഞാൻ വിശ്വസിക്കില്ല. ഐ വോണ്ട് ടു ഫീൽ ഹിം, ഐ വോണ്ട് ടു സീ ഹിം, ഐ വോണ്ട് ടു ടച്ച് ഹിം. തോമാസ്ലീഹയുടെ വിശ്വാസം പിന്തുടരുന്ന നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതും ആഗ്രഹിക്കേണ്ടതും ഇത് തന്നെയാണ്. വി ഷുഡ് ഡിസൈർ ഫോർ എ പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ക്രൈസ്റ്റ്. കാരണം അദ്ദേഹം വന്നത് ഇന്ത്യയിലേക്കാണ്. ഭാരതം ഒരുപാട് ബുദ്ധിജീവികളുടെ നാടായിരുന്നു, അല്ലെ? ഒരുപാട് യുക്തിവാദികളുടെയും ബുദ്ധിജീവികളുടെയും നാടായിരുന്നു. ഇപ്രകാരമുള്ളൊരു ദൃഢവിശ്വാസത്തിൽ നിന്ന്, ഒരു ബോധ്യത്തിൽ നിന്ന് ഇവിടെ സുവിശേഷം അറിയിച്ചുകൊണ്ടാണ് ഉയർപ്പിന്റെ സുവിശേഷവും കർത്താവിന്റെ ഇൻകാർണേഷൻ, മനുഷ്യാവതാരത്തിന്റെ സുവിശേഷവും പറഞ്ഞ് വിശ്വസിപ്പിച്ച് മാമോദിസ മുക്കി ഇവിടെ ക്രിസ്തുവിന്റെ വിത്ത് ഭാരതത്തിൽ പാകിയ ആളാണ് തോമാസ്ലീഹ. സോ നമുക്കറിയാം, ആ ഒരു നിമിഷത്തിൽ തിരിച്ചറിഞ്ഞ് ക്രിസ്തു ദൈവമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ ഹി ഡിക്ലെയർസ് മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന്. ഇപ്പോൾ തിയോളജി പഠിക്കുമ്പോൾ ഞാനിപ്പോഴും ഞങ്ങളുടെ ഡയറക്ടർ എലിസബത്ത് മാം ഉണ്ട്, അവർ ചോദിച്ചു എന്നാണ് മലങ്കര ഓർത്തഡോക്സ് സഭ സ്ഥാപിതമായത്. സോ ഐ ആൻസർഡ്, ദ മൊമെന്റ് വെൻ സെയിന്റ് തോമസ് ഡിക്ലെയർഡ് മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിച്ചുറപ്പിച്ചുകൊണ്ട് തോമാസ്ലീഹ ഡിക്ലെയർ ചെയ്ത ആ നിമിഷമാണ് നമ്മുടെ സഭ സ്ഥാപിതമായത്. ഓർക്കുക, അദ്ദേഹം നമ്മുടെ മനസ്സിൽ, ഇന്ത്യയിൽ ഇട്ട കനലാണ് 2000-ൽ പരം വർഷങ്ങൾക്കിപ്പുറവും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വിശ്വാസത്തിന്റെ രൂപത്തിൽ നിലനിൽക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭ എന്ന എളിയ ആട്ടിൻകൂട്ടം ഇന്ന് ലോകം മുഴുവൻ വിവിധ ഭാഗങ്ങളിൽ സെയിന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്നറിയപ്പെടുമ്പോൾ, മാർത്തോമാസ്ലീഹയെ പോലെ ക്രിസ്തുവിനെ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ സാക്ഷികളായി ജീവിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. സഭയ്ക്ക് 2 തലമുണ്ട്, ആത്മീയമുണ്ട്, ഭൗതികമുണ്ട്. ഭൗതിക തലം വളരെ ഭംഗിയായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഭരണം, സഭാഭരണം, സഭയുടെ സ്ഥാപനങ്ങൾ, പള്ളിയുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ, ഇതെല്ലാം നമ്മൾ വളരെ ഭംഗിയായിട്ടും വളരെ വെടിപ്പായി നടത്തുന്നുണ്ട്. ദർ ഈസ് അനദർ സൈഡ് ഓഫ് ദി ചർച്ച്, ദാറ്റ് ഈസ് സ്പിരിച്വൽ വൂം, സഭയുടെ ആത്മീയ ഗർഭപാത്രം. അതിൽ നിന്നാണ് സഭയുടെ ആത്മീയ മക്കൾ വരുന്നത്. ഈ 2 തലങ്ങളും ബാലൻസ് ചെയ്തു പോയാൽ മാത്രമേ വരും തലമുറയ്ക്ക് ഒരു നല്ല സാക്ഷ്യം നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പള്ളിയിൽ വരുമ്പോൾ നമ്മൾ പെരുമാറുന്നതാണ് കുഞ്ഞുങ്ങൾ കാണുന്നത്. ഞാനിവിടെ വന്ന് എൻ്റെ ഒരു സഹോദരിയോട് സന്തോഷപൂർവ്വം സ്നേഹിച്ച് അവളെ ഹഗ് ചെയ്യുന്നു. തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് ഞാൻ അവളുടെ കുശുമ്പ് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ എന്താണ് വിചാരിക്കുക? ദിസ് ഇസ് ഹൗ ഇറ്റ് ഷുഡ് ബി. ഷുഡ് ഐ ബി എ ഹിപ്പോക്രറ്റ്? ഇതല്ലല്ലോ എൻ്റെ അമ്മ പള്ളിയിൽ വെച്ച് ചെയ്തത്, ഇവിടെ വന്നിട്ട് എന്തിനാണ് അമ്മ കുറ്റം പറയുന്നത്? സോ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് തോട്ട് വാട്ട് വി ആർ ഗിവിംഗ് ദം. സോ നമ്മൾ നല്ലൊരു സാക്ഷികളാകണമെങ്കിൽ ആത്മീയതയുടെ ബേസ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ we have to behave in that certain way. എങ്കിൽ മാത്രമേ ഈ സെക്യുലർ ലോകത്ത്, നമുക്കറിയാം നമ്മുടെ ലോകം, the kind of influence what children have in the secular world, ഇന്ന് എല്ലാം ഓക്കെയാണ്. സെക്യുലറിസം വളരെ കാര്യമായിട്ട് തന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. സോ അങ്ങനെ ഒരു ലോകത്തിൽ യഥാർത്ഥ സാക്ഷികളായി കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ സഭയുടെ 2 തലങ്ങൾ, അത് പള്ളിയാണെങ്കിൽ ഏറ്റവും ചെറിയ യൂണിറ്റ്, കുടുംബമാണ് അതിൻ്റെ ബേസിക് യൂണിറ്റ്. സോ എപ്പോഴും ഓർക്കുക, ഭൗതികവും ആത്മീയവും ഈ 2 തലങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ തോമാസ്ലീഹ ആഗ്രഹിച്ച പോലുള്ള ഒരു നല്ല വിറ്റ്നസ്സായി നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനും പുതുതലമുറയെ വാർത്തെടുക്കുവാനും സാധിക്കുകയുള്ളൂ. അതിനായി മാർത്തോമാസ്ലീഹയുടെ മധ്യസ്ഥത നമുക്ക് യാചിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശിഷ്യരായും സാക്ഷികളായും ജീവിക്കുവാൻ ശക്തിപ്പെടുത്തട്ടെ. And may it be for the glory of the Father, Son and Holy Spirit, one true God, forever and ever. Amen.